നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ BJT. ട്രാൻസിസ്റ്റർ ഫാമിലിക്കകത്ത് നമ്മൾ BJTs, FETs മെയിനായിട്ടും വരുന്നത് BJTസും FETസും ആണ്. നമുക്ക് പഠിക്കാനുള്ളത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സും FETക്കകത്ത് മോസ്ഫെറ്റിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. നമുക്ക് BJT അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് എന്തിനാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്? ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആംപ്ലിഫിക്കേഷൻ, അതുപോലെ തന്നെ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ. ആംപ്ലിഫിക്കേഷൻ, ദെൻ സ്വിച്ച്, ഇതൊക്കെയാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതൊരു കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, NPN ടൈപ്പ് ആൻഡ് PNP ടൈപ്പ്. ഒരു NPN ടൈപ്പിനകത്ത് ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. PNP ടൈപ്പ് ആണെങ്കിൽ ഹോൾസ് ആയിരിക്കും അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ്. നമുക്കൊരു PNP ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യാം, ഒരു PNP ട്രാൻസിസ്റ്റർ. ഇതിൻ്റെ 3 ടെർമിനൽസ് എന്ന് പറയുന്നത് എമിറ്റർ, ബേസ്, കളക്ടർ ആണ്. PNP ട്രാൻസിസ്റ്റർ വിത്ത് ഫസ്റ്റ് P റീജിയൻ, അതാണ് നമ്മുടെ എമിറ്റർ. സെക്കൻഡ് N റീജിയൻ ആണ് ബേസ് എന്ന് പറയുന്നത്. കളക്ടർ എന്ന് പറയുന്നത് നെക്സ്റ്റ് P റീജിയൻ ആണ്. ഇതാണ് 3. ഇപ്പോൾ 2 ജംഗ്ഷൻസ് ഉണ്ട്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ. നമ്മളിതിനെ ബയാസിങ് ചെയ്യാൻ പോവാണ്. ലീനിയർ മോഡിൽ അല്ലെങ്കിൽ ആക്റ്റീവ് മോഡിലാണ് നമ്മൾ ബയാസിങ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡയോഡ്, ഫസ്റ്റ് PN ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യുന്നു. P ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് N ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. ഞാനിവിടെ ഒരു ഫോർവേഡ് ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. സെക്കൻഡ് PN ജംഗ്ഷനെ നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്യുന്നു. N ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് P ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. സെക്കൻഡ് ഡയോഡ് റിവേഴ്സ് ബയാസ് ചെയ്തിരിക്കുന്നു. നമ്മളിതിനെ നോർമൽ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ആക്റ്റീവ് മോഡിലാണ് നമ്മൾ ബയാസിങ് ചെയ്യുന്നത്. നമുക്ക് അറിയാം ഇതിൻ്റെ വർക്കിംഗ്. ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എമിറ്റർ മെജോറിറ്റി കാരിയേഴ്സിനെ, ഹെവിലി ഡോപ്ഡ് എമിറ്റർ മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യും. ആ മെജോറിറ്റി കാരിയേഴ്സ് അല്ലേ, ബേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീകോമ്പിനേഷൻ, ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ബേസിൽ നടക്കുന്നുണ്ട്. ദെൻ റിമൈനിങ് ഹോൾസിനെ ഈ കളക്ടർ റീജിയൻ കളക്ട് ചെയ്യും. അത് റിവേഴ്സ് ബയാസ് ചെയ്തേക്കുവാണ്. ഹോൾസ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മെജോറിറ്റി കാരിയേഴ്സ് മൂവ് ചെയ്യുന്നതിൻ്റെ പാത്താണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഒരു കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഹോൾസ് മൂവ് ചെയ്യുന്നത് എമിറ്ററിൽ നിന്നും ബേസിലേക്കാണ്. ഹോൾസ് ആണ് മൂവ് ചെയ്യുന്നത്. കറണ്ട് ഡയറക്ഷൻ അതേ ഡയറക്ഷനിൽ മാർക്ക് ചെയ്യണം. ഇവിടെ കളക്ടർ കളക്ട് ചെയ്യുന്നത് ഹോൾസിനെയാണ്. അതേ ഡയറക്ഷനിൽ നമ്മൾ കറണ്ട് മാർക്ക് ചെയ്യണം. ഹോൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ടെർമിനൽ കറണ്ട്സ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഐയും IC മാർക്ക് ചെയ്തു. ദെൻ IB ഡയറക്ഷൻ, IBയുടെ റീസൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. IB ഈ ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. റീസൺ ഫോർ IB നമുക്ക് ഡിസ്കസ് ചെയ്യാം. എമിറ്ററിൻ്റെ ഫംഗ്ഷൻ മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുക. ബേസിലാണ് ഒരു ഡോപ്പിംഗ് കുറവാണ്, വിഡ്ത്ത് കുറവാണ്. നോർമലി റീകോമ്പിനേഷൻ ഒക്കർ ചെയ്യുന്നത് ബേസ് റീജിയനിലാണ്. കളക്ടറിൽ നമ്മളത് എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന വാല്യൂസിനെ നമ്മളിവിടെ കളക്ട് ചെയ്യും. ദെൻ ഇവിടെ നമ്മൾ ഒരു ഗുഡ് PNP ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഗുഡ് P+NP ട്രാൻസിസ്റ്റർ നമ്മൾക്ക് കൺസിഡർ ചെയ്യുവാണെങ്കിൽ 2 റിക്വയർമെൻറ്റ്സ് ഈ ഒരു ഗുഡ് ട്രാൻസിസ്റ്ററിന് ആവശ്യമാണ്. 2 ബേസിക് റിക്വയർമെൻറ്റ്സ് ഒരു ഗുഡ് PNP ട്രാൻസിസ്റ്ററിന് ആവശ്യമാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു PN ജംഗ്ഷൻ, ഈ ഫസ്റ്റ് PN ജംഗ്ഷനെ ഞാൻ ഫോർവേഡ് ബയാസ് ചെയ്തേക്കുവാണ്. ഇവിടെ ഒരു ഡോപ്പിംഗ് ഡിഫറൻസ് വരുന്നുണ്ട്. എമിറ്റർ റീജിയൻ ഹെവിലി ഡോപ്ഡും ബേസ് റീജിയൻ ലൈറ്റ്ലി ഡോപ്ഡും ആണ്. ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത് കൂടുതലും ബേസിലോട്ടായിരിക്കും. ലൈറ്റ്ലി ഡോപ്ഡ് ബേസ് റീജിയനിലോട്ടായിരിക്കും ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത് കമ്പയറിങ് ടു എമിറ്റർ റീജിയൻ. എമിറ്ററിലോട്ട് കുറച്ച് ഡിപ്ലീഷൻ റീജിയനെ ഫോം ചെയ്യൂ. ടോട്ടൽ വിഡ്ത്തും കുറവായിരിക്കും ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത്, കാരണം ഫോർവേഡ് ബയാസ് ചെയ്തേക്കുവാണ്. ദെൻ ഇനി കളക്ടർ ബേസ് ജംഗ്ഷൻ നോക്കുവാണെങ്കിൽ കൂടുതൽ റിവേഴ്സ് ബയാസിങ് ഫോം ചെയ്യുന്നത് കളക്ടർ റീജിയനിലോട്ടായിരിക്കും, ബേസ് റീജിയനിലോട്ടായിരിക്കും. കാരണം ബേസിൻ്റെ ഡോപ്പിംഗ് കുറവാണ്. കളക്ടർ റീജിയനിലോട്ട് വിഡ്ത്ത് കുറവായിരിക്കും. ടോട്ടൽ വിഡ്ത്ത് റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് ടോട്ടൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഈ റീജിയനെ കാട്ടി കൂടുതലായിരിക്കും. നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് W
ഇത്രയാണ് നമ്മുടെ എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഡിപ്ലീഷൻ റീജിയൻ കഴിഞ്ഞ് വരുന്ന ആ ഒരു റീജിയനെയാണ് നമ്മുടെ എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് WB എന്നും പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ട്രാൻസിസ്റ്ററിന് ബേസിക് ആയിട്ട് 2 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ ഒരു ഗുഡ് ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ലെങ്തിനെക്കാട്ടിൽ വളരെ കുറവായിരിക്കണം. ബേസിൻ്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കണം. LP മീൻസ് ദ ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് ഹോൾസ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് PNP ആയതുകൊണ്ടാണ് നമ്മൾ LP കൺസിഡർ ചെയ്തത്. NPN ആണെങ്കിൽ നമ്മൾ LN ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ദ ബേസ് വിഡ്ത്ത് ഷുഡ് ബി വെരി നാരോ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഫോർ എ ഗുഡ് PNP ട്രാൻസിസ്റ്റർ. സോ മിനിമം റീകോമ്പിനേഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ നമ്മുടെ ബേസിൻ്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കണം. ബേസ് റീജിയൻ്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കണം. എന്നാലേ അവിടെ മിനിമം റീകോമ്പിനേഷൻ ഒക്കർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു കണ്ടീഷൻ ചൂസ് ചെയ്യുന്നത്. സോ ദെൻ സെക്കൻഡ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് ഹോൾസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ദാറ്റ് കറണ്ട് ഈസ് IEP. സെയിം ഡയറക്ഷനിലാണ് ഹോൾസ് ആയതുകൊണ്ട് അതേ ഡയറക്ഷനിൽ ആ കറണ്ട് മാർക്ക് ചെയ്യണം. ദെൻ ഈ ബേസിൽ നിന്നും കളക്ടറിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ദാറ്റ് കറണ്ട് ഈസ് IN. സോ IN ഈസ് ദ കറണ്ട് ഡ്യൂ ടു ദ ഇലക്ട്രോൺസ് മൂവിങ് ഫ്രം ബേസ് ടു കളക്ടർ. സോ ഇതൊരു മൈനോറിറ്റി വാല്യൂ ആണ്. കാരണം നമ്മൾ PNP ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ഹോൾസ് ആണ് മെജോറിറ്റി. ഈ ബേസിൽ നിന്നും എമിറ്ററിലേക്ക് മൂവ് ചെയ്യുന്ന ലൈറ്റ്ലി ഡോപ്ഡ് ബേസിൽ നിന്നും മൂവ് ചെയ്യുന്ന ആ ഒരു ചെറിയ കറണ്ട്, അതാണ് IN. മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടാണ് IN. ഒരു ഗുഡ് ട്രാൻസിസ്റ്ററിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ IN ഷുഡ് ബി വെരി സ്മോൾ. IN എന്തായിരിക്കണം? ഒരു നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കണം. സോ ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. IN ഷുഡ് ബി വെരി സ്മോൾ. IEP ആയിരിക്കണം നമ്മുടെ മെജോറിറ്റി ഓഫ് എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. സോ ഈ 2 റിക്വയർമെൻറ്റ്സ് ആണ് ഒരു ഗുഡ് ട്രാൻസിസ്റ്ററിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ബേസ് വിഡ്ത്ത് കുറവായിരിക്കണം. ആ ഒരു കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്റർ ബേസിൽ നിന്നും കളക്ടറിലേക്ക് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കണം. അതാണ് 2 റിക്വയർമെൻറ്റ്സ്. ഇനി നമുക്ക് കറണ്ട് കമ്പോണൻസിലേക്ക് പോവാം. വാട്ട് ആർ ദ കറണ്ട് കമ്പോണൻസ് ഓഫ് എ ട്രാൻസിസ്റ്റർ? സോ കറണ്ട് കമ്പോണൻസ് മീൻസ് നമ്മളിപ്പോൾ ഒരു PNP ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്രൂ ഔട്ട് നമുക്ക് PNP വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് എ PNP ട്രാൻസിസ്റ്റർ. This is PNP transistor. So these are the terminals. So we can consider the emitter based junction forward bias and collector based junction reverse biased. So ആ രീതിയിലാണ് നമ്മളുടെ ഒരു ഫോർവേഡ് ബയാസിങ്, ഇവിടെ ഒരു റിവേഴ്സ് ബയാസിങ്, പ്രോപ്പർ ബയാസിങ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. സോ നമ്മളിവിടെ ഫോർവേഡ് ബയാസിങ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ദിസ് ഇസ് ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷൻ. സോ ഹോൾസ് വിൽ മൂവ് from emitter to base. ഹോൾസ് എമിറ്ററിൽ നിന്നും ബേസിലേക്ക് മൂവ് ചെയ്യും. ദെൻ സോ ഈ ഹോൾസ് മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറണ്ട് അവിടെ ഉണ്ടാവും. ദാറ്റ് കറണ്ട് ഈസ് നോൺ ആസ് IEP. സോ ദിസ് ഈസ് സെയിം ഡയറക്ഷനിലായിരിക്കും. ഹോൾസ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ നമുക്ക് IEP എന്ന് പറയുന്ന കറണ്ട് മാർക്ക് ചെയ്യാം. സോ ഇതാണ് IEP എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഹോൾസ് ഫ്രം എമിറ്റർ ടു ബേസ്. ഇനി ഇവിടുന്ന് Nൽ നിന്നും Pയിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ബേസിൽ നിന്നും എമിറ്ററിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്തേക്കുവാണ്. സോ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ കറണ്ടാണ് IN. സോ IN ആൻഡ് IEP ഇപ്പം വരച്ചു നമുക്ക് നോക്കാം. ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ INഉം IEP എന്ന് പറയുന്നത് Iയുടെ 2 കമ്പോണൻസ് ആണ്. സോ I എന്ന് പറയുന്നത് ഹോൾസിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി. ഈ I എന്ന് പറയുന്ന കറണ്ടാണ് IEP IN ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എഴുതാം I ഈസ് ഈക്വൽ ടു IN പ്ലസ് IEP. സോ IN ആൻഡ് IEP ആർ ദ components of IN is the current due to the flow of
electrons from N to P. So IEP is the current flow due to the flow of holes from emitter to base. നമ്മളൊരു PNP വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്. സോ ഇതിനകത്ത് മെജോറിറ്റി കറണ്ട് ഏതാണ്? ഇതാണ് മെജോറിറ്റി. PNP ആണെങ്കിൽ IEP ആയിരിക്കും മെജോറിറ്റി. ഇതൊരു മൈനോറിറ്റി വാല്യൂ ആയിരിക്കും. ദെൻ നമ്മൾ ബേസ് കറണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ ബേസ് കറണ്ട്? സോ ബേസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു. ഐയുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഇവിടെ ബേസിൽ റീകോമ്പിനേഷൻ നടക്കും. ദെൻ റിമൈനിങ് ഹോൾസ് കളക്ടർ കളക്ട് ചെയ്യും. ദെൻ കളക്ടറിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും, ഹോൾസിനെയാണ് കളക്ട് ചെയ്യുന്നത്. സോ IC എന്ന് പറയുന്ന ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്തു. ഇനി IBയുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. IBയുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ IB മെയിനായിട്ടും 2 റീസൺസ് ആണ്. 3 റീസൺസ് പറയുന്നുണ്ടെങ്കിലും മെയിൻ റീസൺസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. സോ അതിനകത്ത് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എമിറ്ററിൽ നിന്നും ബേസിലേക്ക് ഹോൾസിനെ എമിറ്റ് ചെയ്യുന്നു. ബേസിൽ റീകോമ്പിനേഷൻ നടക്കുന്നു. ബേസിൽ N റീജിയൻ ആണ് ബേസ്. സോ അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. എമിറ്ററിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഹോൾസും എന്നിലുള്ള ഇലക്ട്രോൺസും തമ്മിൽ റീകമ്പൈൻ ചെയ്യുന്നു. അപ്പം ഇലക്ട്രോൺസുമായിട്ട് ഇവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുന്നത് കാരണം ഇവിടെ ഇലക്ട്രോണ് ലോസ് ആവുന്നു, അല്ലേ? ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ബേസിൽ ഒക്കർ ചെയ്യുന്നത് കാരണം എന്നിൽ ഉള്ള ഇലക്ട്രോൺസിൻ്റെ വാല്യൂ കുറയുന്നു, അല്ലെങ്കിൽ എന്നിലെ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസ് കോണ്ടാക്റ്റ് വഴി നമ്മളിവിടെ ഇലക്ട്രോൺസിനെ റീസപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇലക്ട്രോൺസിനെ സോ ഇവിടെ കുറഞ്ഞു പോകുന്നു. ഇലക്ട്രോൺസ് കുറയാനുള്ള റീസൺ റീകോമ്പിനേഷനാണ്. ഹോൾസും ഇലക്ട്രോൺസും റീകമ്പൈൻ ചെയ്യുന്നത് കാരണം അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ റീസപ്ലൈ ചെയ്യണം ത്രൂ ദ ബേസ് കോണ്ടാക്ട്. സോ ഇവിടെ ഇലക്ട്രോൺസിനെയാണ് റീസപ്ലൈ ചെയ്യുന്നത്. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടേ മാർക്ക് ചെയ്യാവുള്ളൂ. ഇലക്ട്രോൺസിനെ ബേസ് കോണ്ടാക്റ്റ് വഴി റീസപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡയറക്ഷൻ വിൽ ബി ഓപ്പോസിറ്റ്. അപ്പോൾ ഇതാണ് ഒരു റീസൺ. സോ ഇലക്ട്രോൺ ലോസ് due to recombination at the base. സോ ഈ ലോസ് ആവുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ റീസപ്ലൈ ചെയ്യണം. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് IB. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തേക്കുവാണ്. സോ ഇവിടുന്ന് എന്നിൽ നിന്നും കുറേ ഇലക്ട്രോൺസ് എമിറ്ററിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടാണ് IN. ഈ എന്നിൽ നിന്നും Pയിലേക്ക് അല്ലെങ്കിൽ ബേസിൽ നിന്ന് എമിറ്ററിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് കാരണം വീണ്ടും ഇവിടെ ഇലക്ട്രോൺ ലോസ് ഉണ്ടാവുന്നുണ്ട്. ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മളിവിടെ ഇലക്ട്രോൺസിനെ റീസപ്ലൈ ചെയ്യണം ബേസ് കോണ്ടാക്റ്റ് വഴി. സോ ബേസിൽ എങ്ങനെയൊക്കെ ഇലക്ട്രോൺസ് ലോസ് ആവുന്നു, ഒരെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു, റീകോമ്പിനേഷൻ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ബേസ് ടു എമിറ്റർ. സോ flow of electrons from base to emitter, അല്ലെങ്കിൽ ആ ഒരു കറണ്ടിനെയാണ് നമ്മൾ IN എന്ന് പറയുന്നത്. സോ IN ആണ് ഒരു റീസൺ. സോ IN എന്ന് പറയുന്ന ഒരു കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് കറണ്ടിൻ്റെ ഒരു കമ്പോണൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ആ ഇലക്ട്രോൺസിനെ അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രോൺസിന് റീസപ്ലൈ ചെയ്യണം. സോ IB അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ വൺ മോർ റീസൺ, ഇത് രണ്ടുമാണ് മെയിൻ റീസൺ. നമ്മളിനി IBയുടെ കറണ്ട് ഇക്വേഷൻ എഴുതുമ്പോഴും ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇനി മൂന്നാമത് ഒരു റീസണോടെ പറയുന്നുണ്ട്. ഈ റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷനിൽ തെർമൽ ജനറേഷൻ കാരണം കളക്ടറിൽ നിന്നും ബേസിലേക്ക് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡ്യൂ ടു തെർമൽ ജനറേഷൻ under reverse biased collector base junction, some electrons are moving from collector to base. That will also constitute base current. So thermal generation അതും ഒരു റീസൺ ആണ്. തെർമൽ ജനറേഷൻ അറ്റ് കളക്ടർ ബേസ്. സോ ഈ 3 റീസൺ ആണ് നമുക്ക് IB കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള റീസൺ. സോ നമ്മൾ IBയുടെ കമ്പോണൻസ്, IBയുടെ റീസൺസ് പറഞ്ഞു. I എന്ന് പറയുന്നതിൻ്റെ 2 കമ്പോണൻസ് പറഞ്ഞു, IN ആൻഡ് IEP. ദെൻ ഇവിടെ നമ്മളൊരു റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു കളക്ടറിൽ നിന്നും ബേസിലേക്ക് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കാരണം ഇലക്ട്രോൺസ് സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
ബേസിൽ നിന്നും കളക്ടറിലേക്കും ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം ഉണ്ടാകുന്ന ഒരു കറണ്ടാണ് ICO, റിവേഴ്സ് ലീക്കേജ് കറണ്ട്. ഇതൊരു നമ്മൾ കറണ്ട് കമ്പോണൻ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യണം. IEP, IEN, ICO ഈ കറണ്ടുകളെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ദെൻ ബേസ് കറണ്ടിൻ്റെ ഈ റീസണും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം. ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് കമ്പോണൻസ് അതാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഈ കറണ്ട് കമ്പോണൻസ് ഒക്കെ പഠിച്ചു. ഇത് വെച്ചിട്ട് നമുക്ക് കുറേ ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്റേഴ്സ് ഓഫ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. സോ അതിനകത്ത് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടറാണ്. ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ നമ്മളത് B എന്ന് പറയുന്ന ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ ആൽഫ ടി അങ്ങനെ എന്തോ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടറിനെ നമ്മൾ B എന്ന് പറയുന്നൊരു ബീറ്റ അല്ല B എന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ? നമ്മൾ ബേസിൽ നിന്നും എമിറ്ററിൽ നിന്നും ബേസിലേക്ക് ഹോൾസ് PNP ട്രാൻസിസ്റ്ററാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എമിറ്ററിൽ നിന്നും ബേസിലേക്ക് എമിറ്റ് ചെയ്യുന്ന ഹോൾസ്, ബേസ് എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ബേസിൽ എത്ര റീകോമ്പിനേഷൻ നടന്നു എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ബേസിലാണ്. സോ ബേസിലാണ് റീകോമ്പിനേഷൻ നടക്കുന്നത്. സോ നമ്മൾ എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്ത മെജോറിറ്റി കാരിയർ, അതിപ്പം PNP ആണെങ്കിൽ ഹോൾസ് ആയിരിക്കും. ആ ഹോൾസ് ബേസിൽ റീകമ്പൈൻ ചെയ്തോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ. സോ ഈ B എന്ന് പറയുന്ന ഒരു ടേം റീകോമ്പിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. സോ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ Bയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ എത്ര ഫാക്ടർ ഓഫ് റീകോമ്പിനേഷൻ ബേസിൽ നടന്നു അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ. സോ റീകോമ്പിനേഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് B എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം ദ കളക്ടർ കറണ്ട് ICP. ഈ ICP എന്ന് പറയുന്നത് ദ കളക്ടർ കറണ്ട് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഹോൾസ് ഫ്രം എമിറ്റർ ടു ബേസ്. സോ നമുക്ക് ICP എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? IEP. എമിറ്ററിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഹോൾസ് ആണ് കളക്ടറിലേക്ക് പോകുന്നത്. അവിടെ ആ എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്ത ഹോൾസ് ബേസിൽ റീകമ്പൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ. സോ ICP IEPയും പ്രൊപ്പോർഷണൽ ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി റീപ്ലേസ് ചെയ്ത് നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് മാർക്ക് ചെയ്യും. ദാറ്റ് ഈസ് B IEP. സോ B എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോ എമിറ്ററിൽ നിന്നും എമിറ്റ് ചെയ്ത ഹോൾസ് കളക്ടറിൽ എത്തുന്നതിന് മുമ്പ് റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടോ ബേസിൽ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ. സോ ദാറ്റ് ICP is proportional to IEP, that is replaced by B. B is base transport factor. സോ Bയെ നമുക്ക് എങ്ങനെ എഴുതാം? ICP by IEP എന്ന് എഴുതാം ഒരു PNP ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ. സോ ഇതാണ് നമ്മുടെ ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ. ഇതേപോലെ നമുക്ക് അടുത്തൊരു പാരാമീറ്ററാണ് എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി. എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി നമ്മളത് ഗാമ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി കറണ്ട്. ഇപ്പോൾ PNP ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ രണ്ട് കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം IEP ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഹോൾസ് ഫ്രം എമിറ്റർ ടു ബേസ്, ആ കറണ്ടാണ് IEP. ദെൻ ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ബേസ് ടു എമിറ്റർ ഒരു മൈനോറിറ്റി കറണ്ട് IN ഉണ്ടാകുന്നുണ്ട്. സോ IEP മെജോറിറ്റി കറണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. IN എന്ന് പറയുന്നത് മൈനോറിറ്റി കറണ്ടാണ്. സോ അത് തമ്മിലുള്ള റേഷ്യോ, ദാറ്റ് ഈസ് ദ മെജോറിറ്റി കറണ്ട് IEP ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ എമിറ്റർ കറണ്ട്. ടോട്ടൽ എമിറ്റർ കറണ്ട് എന്താണ്? IEP പ്ലസ് IN. ഈ വാല്യൂ ആണ് ഗാമ എന്ന് പറയുന്നത്, എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി ഗാമ. സോ നമുക്കറിയാം IN ഒരു ട്രാൻസിസ്റ്റർ, ഒരു ഗുഡ് ട്രാൻസിസ്റ്ററിനകത്ത് IN വാല്യൂ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കണം. IN 0 ആക്കുകയാണെങ്കിൽ IEP ബൈ IEP, സോ ഗാമയുടെ വാല്യൂ 1 ആണ്. ഒരു ഗുഡ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമുക്ക് പറയാം ഗാമയുടെ ഐഡിയൽ വാല്യൂ എത്ര ആയിരിക്കണം?
1 ആയിരിക്കണം. അതേപോലെ നമ്മൾ ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ കൺസിഡർ ചെയ്യുവാണെങ്കിലും റീകോമ്പിനേഷൻ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICP IEPക്ക് ഈക്വൽ ആയിരിക്കും. ബേസിൽ റീകോമ്പിനേഷൻ ഒന്നും നടന്നില്ലെങ്കിൽ ICP ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IEP. സോ ബിയുടെയും ഐഡിയൽ വാല്യൂസ് 1 ആണ്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ 1 ആണ്. സോ ദിസ് ഇസ് ഗാമ ആൻഡ് ഗാമ ഈസ് മെജോറിറ്റി കറണ്ട് ബൈ ടോട്ടൽ എമിറ്റർ കറണ്ട്. സോ ഈ രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ ആണ്. ഇപ്പോൾ മൂന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ അല്ലെങ്കിൽ കറണ്ട് ഗെയിൻ എന്നൊക്കെ പറയാം. കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ. സോ നമുക്ക് ആൽഫ ബീറ്റ അങ്ങനെ രണ്ട് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോസും പഠിക്കണം, അല്ലെങ്കിൽ കറണ്ട് ഗെയിൻ വാല്യൂ പഠിക്കണം. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൽഫ ബീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ ബീറ്റ കറണ്ട് ഗെയിൻ ഓഫ് കോമൺ ബേസ് കോമൺ എമിറ്റർ. സോ ആൽഫ ശരിക്കും കോമൺ ബേസിൻ്റെയാണ്. കോമൺ ബേസ് വരുമ്പോൾ IC ബൈ ഡെൽറ്റ എന്ന സോ IC ബൈ I ശരിക്കും അതാണ് ആൽഫ ഡെഫിനിഷൻ. ഇവിടെ നമ്മൾ IC എന്ന് പറയുന്നത് ICP ആണ് അല്ലേ, ICP ആണ്. നമുക്ക് ICP എന്ന് എഴുതാം. സോ വാട്ട് ഈസ് ആൽഫ? ആൽഫ ഈസ് ഈക്വൽ ടു കോമൺ ബേസിൻ്റെ കേസ് വെച്ചിട്ടാണ് IC ബൈ I എന്ന് എഴുതിയത്. സോ ICP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് BIEP എന്ന് എഴുതാം. ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടറിൻ്റെ ടേംസിൽ ICP നമുക്ക് ഇങ്ങനെ എഴുതാം, BIEP. ഇനി ഈ I എന്ന് പറയുന്നത് ശരിക്കും ടോട്ടൽ എമിറ്റർ കറണ്ട് ആണ്. IEP പ്ലസ് IN ആണ്. സോ നമ്മളിവിടെ ഇവിടെ നോക്കുവാണെങ്കിൽ ICPക്ക് പകരം BIEP ഇട്ടു, IEക്ക് പകരം IEP പ്ലസ് IN ഇട്ടു. നമ്മൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഒരു PNP ട്രാൻസിസ്റ്ററിൻ്റെ ബേസിസിലാണ്. സോ നമുക്ക് ഈ ഒരു ടേമിനെ നമുക്ക് ഗാമ എന്ന് നമുക്ക് പഠിച്ചു. സോ നമുക്കിതിനെ B ഗാമ എന്ന് എഴുതാം. സോ ആൽഫ ഈസ് ഈക്വൽ ടു B ഗാമ. ഇപ്പോൾ ആൽഫയും ബിയും ഗാമയും തമ്മിലുള്ള റിലേഷനാണ് ഞാനിപ്പം പ്രൂവ് ചെയ്തത്. ആൽഫയെ നമ്മൾ ICP ബൈ I എന്ന് എഴുതി, ICP BIEP എന്ന് എഴുതി, IEP പ്ലസ് IN എന്ന് എഴുതി. നമ്മൾ B ഗാമ ടേംസിൽ നമ്മളിതിനെ എക്സ്പ്രസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇതേപോലെ നമുക്കൊരു പാരാമീറ്റർ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ബീറ്റ. അതും ഒരു കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ ആണ്. ബീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ എമിറ്ററിൻ്റെ കേസ് വെച്ചിട്ടാണ് പറയുന്നത്, IC ബൈ IB. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ICP ബൈ വാട്ട് ഈസ് IB. IB നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. IB രണ്ട് റീസൺസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഒന്ന് ഡ്യൂ ടു ദ റീകോമ്പിനേഷൻ, ദെൻ രണ്ടാമത്തത് റീകോമ്പിനേഷൻ ആണ് ഒരു റീസൺ. രണ്ടാമത്തെന്ന് പറയുന്നത് IN ആണ് അല്ലേ. റീകോമ്പിനേഷൻ നടക്കുന്നത് കാരണം ബേസിൽ ഇലക്ട്രോൺസ് ലോസ് ആവുന്നു, ആ ഇലക്ട്രോൺസിനെ റീസപ്ലൈ ചെയ്യണം. സോ ഒരു റീസൺ റീകോമ്പിനേഷൻ ആണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ബേസിൽ നിന്നും എമിറ്ററിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ലോസും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ അതിനെ നമ്മൾ IN എന്ന് പറയുന്നു. സോ ഒരു കമ്പോണൻറ്റ് IN ആണ്. സോ റീകോമ്പിനേഷൻ കമ്പോണൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ B ആണ്. B is the fraction of holes without recombination. അപ്പം നമ്മൾ B എന്ന ഫാക്ടർ, ബിയുടെ ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ഹോൾസ് വിത്തൗട്ട് റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ നടക്കാതെ പോകുന്ന ഒരു വാല്യൂ ആണ് B എന്ന് വെച്ചാൽ ടോട്ടൽ വാല്യൂ അറിയാം 1 ആണ്. സോ 1 മൈനസ് B എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രാക്ഷൻ. അപ്പോൾ 0.4 ഹോൾസിന് 0.4 ഫാക്ടർ ഓഫ് ഹോൾസിന് റീകോമ്പിനേഷൻ നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് 1 മൈനസ് 0.6 ഫ്രാക്ഷന് എന്ത് നടന്നു എന്നാണ്? ഫ്രാക്ഷൻ ഓഫ് ഹോൾസ് അണ്ടർഗോയിങ് റീകോമ്പിനേഷൻ. സോ റീകോമ്പിനേഷൻ നടന്ന ഫാക്ടറാണ് നമ്മൾ 1 മൈനസ് B ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ നമുക്ക് IB എന്ന് പറയുന്നത് റീകോമ്പിനേഷൻ നടന്ന ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് B ഇത്രയും ഫ്രാക്ഷൻ ഓഫ് ഹോൾസിന് അല്ലേ. സോ IEP 1 മൈനസ് B IEP
ഇതാണ് ദ ഫ്രാക്ഷൻ ഓഫ് ഹോൾസ് അണ്ടർഗോയിങ് റീകോമ്പിനേഷൻ. സോ ഇതായിരിക്കും ഒരു റീസൺ. ഐ ബിയുടെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതായിരിക്കും 1 - b ടൈംസ് IEP പ്ലസ് അടുത്ത റീസൺ ഞാൻ പറഞ്ഞു IN ആണ്. സോ ഇതാണ് നമ്മുടെ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം ICP ബൈ IEP. സോ 1 - b IEP ഞാനത് ഓപ്പൺ ചെയ്ത് എഴുതുവാണ്. IEP മൈനസ് b IEP പ്ലസ് IN which is equal to ICP by IEP ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. IEP പ്ലസ് IN മൈനസ് b IEP. ഇനി ഈ ഇക്വേഷനെ നമ്മളിപ്പം കിട്ടിയ ബീറ്റ ഇക്വേഷനെ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ത്രൂ ഔട്ട് by dividing throughout by IEP plus IN. സോ IEP പ്ലസ് IN കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ ഈക്വൽ ടു ICP ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ IEP പ്ലസ് IN ദ ഹോൾ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഫാക്ടർ. നമ്മൾ ഇതിനെ IEP പ്ലസ് IN കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇതിനെയും ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് ഫസ്റ്റ് വാല്യൂവിനെ ചെയ്യുമ്പോൾ IEP പ്ലസ് IN ബൈ IEP പ്ലസ് IN മൈനസ് b IEP ബൈ IEP പ്ലസ് IN. സോ ഇവിടെ നമുക്ക് ഒരു ചേഞ്ച് കൂടെ ചെയ്യണം. നമ്മൾ ICP നമുക്ക് എങ്ങനെ എഴുതാം? ICP നമുക്ക് b IEP എന്ന് എഴുതാം. ICP എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് b IEP ആണ്. സോ അതുകൂടെ കൺസിഡർ ചെയ്ത് ഞാൻ IEP പ്ലസ് IN കൊണ്ട് ത്രൂ ഔട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെയ്തു. ഡിനോമിനേറ്ററെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചേക്കുവാണ് ആ ഡിവിഷൻ. സോ നമ്മൾ ഈ ഒരു വാല്യൂവിനെ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? സോ ഇവിടെ നോക്കുക, ന്യൂമറേറ്റർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് b ഗാമയാണ്. സോ ദിസ് ഇസ് ഗാമയാണ്. സോ b ഗാമ എന്ന് എഴുതാം ന്യൂമറേറ്ററിനെ. സോ ഞാനിവിടെ തന്നെ എഴുതുവാണ് ബീറ്റ ഈസ് ഈക്വൽ ടു b ഇൻറ്റു ഗാമ ബൈ ഡിനോമിനേറ്റർ 1 ആണ്, ഫസ്റ്റ് ടേം 1 ആണ്, മൈനസ് ഈ ടേമിനെ നമുക്ക് ഗാമ എന്ന് എഴുതാം IEP പ്ലസ് IN. സോ ഇതിനെയും ഗാമ എന്ന് എഴുതാം. സോ 1 മൈനസ് b ഗാമ. ആൻഡ് b ഗാമ നമ്മൾ പഠിച്ചിട്ടുണ്ട്. b ഗാമ എന്താണ്? ആൽഫയാണ് അല്ലേ? നേരത്തെ പാരാമീറ്റർ ആൽഫ പഠിച്ചപ്പം പറഞ്ഞു ആൽഫയെ നമുക്ക് b ഗാമ ടേംസിൽ എഴുതാമെന്ന് പഠിച്ചു. സോ ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. സോ ബീറ്റയെ നമ്മൾ ആൽഫയുടെ ടേംസിൽ കൊണ്ടുവന്നു. സോ ബീറ്റ ആൻഡ് ആൽഫ റിലേഷനാണിത്. നമ്മളിതൊരു ശരിക്കുമുള്ള പ്രൂഫ് ഇതാണ്. ബീറ്റയും ഗാമയും തമ്മിലുള്ള പ്രൂഫാണിത്. ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. സോ ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് ബേസിക് പാരാമീറ്റേഴ്സ്, കറണ്ട് കമ്പോണൻസും ബേസിക് പാരാമീറ്റേഴ്സും. സോ ബേസിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പം ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ബി ഉണ്ട് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ, ദെൻ ഗാമ എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി. സോ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ട്രാൻസിസ്റ്ററിനെ ബേസ് ചെയ്ത് പഠിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസിസ്റ്ററിൻ്റെ ടെർമിനൽ കറണ്ട് ഇക്വേഷനാണ്. ടെർമിനൽ കറണ്ട് IB ആൻഡ് IC, ആ ടെർമിനൽ കറണ്ട്സിൻ്റെ ഇക്വേഷനാണ്. അതോടെ നമ്മൾ അതും പിന്നെ അതുപോലെ നമുക്ക് അതിനകത്തൊരു ചെറിയ ടോപ്പിക്ക് പഠിക്കാനുണ്ട്, ബേസ് വിഡ്ത്ത് മോഡുലേഷൻ. സോ നമുക്കത് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.